നമ്മളിനി വടക്കൻ കേരളത്തിൽ നിന്നും നേരെ പോകുന്നത് തെക്കൻ കേരളത്തിലേക്കാണ്. തെക്കൻ കേരളത്തിൽ താര പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. അവിടെ ഒരു കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്രമന്ത്രി പ്രചരണത്തിന് സജീവമായുണ്ട്. പദയാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ വീടുകളിലും അദ്ദേഹം എത്തുകയാണ്. ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം CPM സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥിയും ഒപ്പം കോൺഗ്രസിന്റെ സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള അടൂർ പ്രകാശും സജീവമായി തന്നെ പ്രചരണ ചൂടിലുണ്ട്. അതിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് കേന്ദ്രമന്ത്രി ഒപ്പം തന്നെ ആറ്റിങ്ങലിലെ ലോക്സഭാ മണ്ഡലം NDയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊപ്പം ആറ്റിങ്ങലിൽ നിന്ന് ചേരുന്നത് വി വിനീഷാണ്. വിനീഷ്, തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഒരു താരമണ്ഡലമായി ആറ്റിങ്ങൽ മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് അവിടുത്തെ പ്രചരണ വിശേഷങ്ങൾ? ഒപ്പം തന്നെ പ്രചരണ ചൂട് എത്ര എത്തിയിരിക്കുന്നു? ശാലിനി, ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോകസഭ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കൊരു താരമത്സരത്തെക്കാൾ ഉപരി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് സജീവമായ ഒരു പ്രവർത്തനം ഈ മേഖലകളിൽ ഈ മൂന്ന് മുന്നണികളും ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും ശക്തമായ പ്രചരണത്തിലാണ് ഇപ്പോൾ മുൻതൂക്കം നൽകിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ബൂത്തുകൾ കേന്ദ്രീകരിച്ചും പദയാത്ര നടത്തിയും BJP ഒരുപടി മുന്നിലാണ് പ്രചരണ രംഗത്ത് എന്നാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അടവ് വരെ എടുത്തുകൊണ്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് ഈ ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിലെ അങ്കത്തട്ടിൽ നമുക്ക് പൂർണ്ണമായും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ചില കണക്കുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലം ഇത്തവണ ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. കഴിഞ്ഞ തവണ ലോകസഭാ മണ്ഡലത്തിൽ ഈ ഒരു ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമായിരുന്നു മൂന്ന് മുന്നണികളും നടത്തിയത്. ഈ ജയിക്കാൻ പോകുന്ന മുന്നണിക്ക് അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്ന ഏത് പാർട്ടിയുമാകട്ടെ അവർക്ക് ഒരു മുന്നണിയുടെ ലീഡ് പരിശോധിക്കുമ്പോഴാണ് ഈ ത്രികോണ മത്സരത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ലീഡ് ഒരു മുന്നണികൾക്ക് ലഭിക്കില്ല. ഏകദേശം 25,000-നും 30,000-നും ഇടയിലുള്ള വോട്ടിന്റെ ലീഡായിരിക്കും എല്ലാ മുന്നണികൾക്കും ഓരോ തവണയും ആറ്റിങ്ങലിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ BJPയുടെ വളർച്ച തന്നെയാണ് എടുത്തു പറയേണ്ട പ്രധാന കാര്യം. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഒറ്റയടിക്ക് 15% വോട്ട് വർധനവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റവും ത്രികോണ മത്സരത്തിലൂടെ വലിയ മുന്നേറ്റവും കാഴ്ചവെക്കാൻ പറ്റും. ഇത്തവണ വിജയം ഉറപ്പ് എന്നാണ് വി മുരളീധരൻ വ്യക്തമാക്കുന്നത്. അതിൽ ചില കണക്കുകൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1400-ലേറെ ബൂത്തുകളാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളതെങ്കിൽ അതിൽ 231 ബൂത്തുകൾ BJP കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തായിരുന്നു. രണ്ടാം സ്ഥാനത്ത് BJP എത്തി നിന്നത് 346 ബൂത്തുകളിലാണ് BJP രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരാശരി 550 ബൂത്തുകളിൽ ശക്തമായ സ്വാധീനം BJPക്ക് ഉണ്ട്. ഈ ബൂത്തുകളെയെല്ലാം തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് BJPക്ക് എത്തിക്കാൻ ഇത്തവണ സംഘടനാ പ്രവർത്തനത്തിലൂടെ എത്തിക്കാൻ സാധിച്ചാൽ BJPക്ക് വിജയം ഉറപ്പ് എന്നാണ് BJP ക്യാമ്പുകൾ പരക്കെ പറയുന്നത്. ഈ ഒരു ആത്മവിശ്വാസത്തെ തന്നെയാണ് തങ്ങളുടെ ഏറ്റവും ശക്തനായ കേരളത്തിന്റെ നേതാവായ വി മുരളീധരനെ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രീതിയുള്ള ഒരു മന്ത്രിയും കൂടി അങ്കത്തട്ടിലേക്ക് ഇറങ്ങി ആറ്റിങ്ങലിന്റെ ലോകസഭാ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമം BJP പയറ്റുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് LDF പയറ്റുന്ന അടവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. LDFന്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് അവിടുത്തെ വർക്കലയിലെ MLA കൂടിയായ ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കിക്കൊണ്ട് ജോയിയെ വെച്ച് അടിത്തട്ടിലെ വോട്ടുകൾ താഴെത്തട്ടിലെ വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് വിജയം ഇത്തവണ കഴിഞ്ഞ തവണ CPMന് നഷ്ടപ്പെട്ട ഈ ഒരു സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അടൂർ പ്രകാശിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും ഒരു ത്രികോണ മത്സരം തന്നെയാണ് നിലനിൽക്കുന്നത്. പല സർവേകളും വ്യക്തമാക്കുന്നത് ശതമാനത്തിന്റെ വ്യത്യാസമാണ് മൂന്ന് മുന്നണികളും തമ്മിൽ ഇവിടെ നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നിലനിൽക്കുന്ന ലോകസഭാ മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. മൂന്ന് മുന്നണികളും അങ്കത്തട്ടിൽ സജീവമായ പ്രവർത്തനവും സജീവമായ പ്രചരണവുമായി മുന്നേറുകയാണ്. ശാലിനി, എന്തായാലും വിനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ ആവേശത്തിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം.